പൂപ്പൊലി ഗാർഡൻ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കും. അതുകൊണ്ട് കൂടുതൽ റൈഡുകൾ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തും. ചെറിയൊരു ഫുഡ് കോർട്ട്, നമ്മുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം കൊടുക്കുക. KSRTC നമ്മുടെ കൂടെ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അടുത്ത പൂപ്പൊലിക്കുള്ള ആരംഭിച്ചു എന്ന് മാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്താണെന്നുള്ളത് നമുക്ക് മാമിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. മാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് അടുത്ത പ്രാവശ്യത്തേക്കുള്ള ആരംഭം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് പുതിയതായിട്ട് വരുന്നത്? അതെ, കുട്ടികളെയാണ് നമുക്ക് കൂടുതൽ ആകർഷിക്കേണ്ടതെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൂടുതൽ റൈഡുകൾ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തും. പിന്നെ കൂടാതെ മറ്റ് മുതിർന്നവർക്കെല്ലാം ആസ്വദിക്കാവുന്ന രീതിയിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫുഡ് കോർട്ട്, നമ്മുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ചൊരു ഭക്ഷണ രീതികൾ കൊടുക്കുന്ന രീതിയിൽ ഒരു ഫുഡ് കോർട്ടും കൂടെ കൊണ്ടുവരിക. KSRTC നമ്മുടെ കൂടെ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് വണ്ടിയിൽ തിരിച്ചു പോകുന്ന രീതിയിൽ ഒരു പാക്കേജും കൂടി തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ കൂടുതൽ മനോഹരമായിട്ട് അടുത്ത വരും ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പൂപ്പൊലിക്ക് മാത്രമാണോ അതോ സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണോ, എന്നും എന്നുള്ള രീതിയിലാണ്? എന്നും പൂപ്പൊലി ഗാർഡൻ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തു ഒരു പാർക്ക് പോലെ. അതെ, ഒരു ഫ്ലവർ പാർക്ക് പോലെ ഫുഡ് കോർട്ട് ഉണ്ടാവും, റൈഡുകൾ ഉണ്ടാവും, ചെറിയ കുട്ടികൾക്ക് ആസ്വദിക്കാം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഈ RRSനെ മാറ്റാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതെ, നമ്മൾ സമയം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് സന്ധ്യ സമയങ്ങളിലായിരിക്കുമല്ലോ എല്ലാവരും ജോബൊക്കെ കഴിഞ്ഞൊന്ന് വരുന്ന സമയം ചേരാവുന്ന രീതിയിൽ നമ്മൾ ഒരുക്കുകയാണ്. അത് എല്ലാ ദിവസവും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മളത് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം നീട്ടുന്നത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ചെയ്യുക. അതിന് കൂടെയുള്ള സൗകര്യങ്ങളും വരും മാസങ്ങളിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഏപ്രിൽ ആകുമ്പോൾ, പുതിയ സ്കൂൾ വെക്കേഷൻ ആകുമ്പോഴേക്കും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും പ്രതീക്ഷയ്ക്കൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടക്കും. കാരണം ഈ 3 വർഷവും അതിഗംഭീരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതിന് ഗ്രീൻ ഹെവൻ്റെ എല്ലാ ആശംസകളും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.